എറണാകുളം ജില്ലാ പഞ്ചായത്തിലെ കടമക്കുടി ഡിവിഷനിലേക്കുള്ള UDF സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയതോടെ പ്രതിസന്ധിയിലായത് അവിടുത്തെ കോൺഗ്രസ് നേതൃത്വവും അനുഭാവികളുമാണ്. നാളിതുവരെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ജയിപ്പിച്ച ഡിവിഷനിൽ ഇത്തവണ ആർക്ക് വോട്ട് ചെയ്യും എന്ന ചോദ്യമാണ് കോൺഗ്രസ് അനുഭാവികൾക്ക് മുന്നിലുള്ളത്. അതേസമയം പത്രിക തള്ളിയതിൽ നിയമ പോരാട്ടം തുടരാനുള്ള തീരുമാനത്തിലാണ് ജില്ലാ നേതൃത്വം. CPIM നേതാവായ കടമക്കുടി പഞ്ചായത്ത് പ്രസിഡന്റ് മേരി വിൻസെന്റും BJPയിലെ രചന പ്രതാപനും നേർക്കുനേർ പോരാട്ടമാണ്. ഈ രണ്ടു സ്ഥാനാർത്ഥികൾ മാത്രമേ അവിടെ മത്സരരംഗത്തുള്ളൂ. കോൺഗ്രസിന് സ്ഥാനാർത്ഥിയില്ല. അത് നാമനിർദ്ദേശ പത്രിക തള്ളിപ്പോയതുകൊണ്ടാണ്. കോൺഗ്രസ് വിജയമുറപ്പിച്ചിരുന്ന ഒരു ഡിവിഷനാണത്. അവിടെ ആർക്ക് വോട്ട് ചെയ്യും എന്ന ധർമ്മസങ്കടത്തിലാണ് അവിടെയുള്ള കോൺഗ്രസുകാർ. എറണാകുളം ജില്ലാ പഞ്ചായത്തിൽ നാളിതുവരെ UDF സ്ഥാനാർത്ഥികളെ മാത്രം വിജയിപ്പിച്ച ഡിവിഷനാണ് കടമക്കുടി. ആ കടമക്കുടി ഡിവിഷനിൽ ഈ വട്ടം UDFന് സ്ഥാനാർത്ഥിയില്ല. LDFും BJPയും തമ്മിലാണ് ഈ വട്ടം കടമക്കുടി ഡിവിഷനിൽ മത്സരം. തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ ജില്ലാ പഞ്ചായത്ത് കടമക്കുടി ഡിവിഷനിൽ കോൺഗ്രസ് നേതൃത്വം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. തർക്കങ്ങളില്ലാതെ നടന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ അഡ്വക്കേറ്റ് LC ജോർജ് പ്രചാരണവും ആരംഭിച്ചു. ആദ്യഘട്ട പ്രചരണത്തിൽ കോൺഗ്രസിന് മുന്നേറ്റം നടത്താനായി. ആ ആത്മവിശ്വാസത്തിൽ ഡമ്മി പോലുമില്ലാതെ പത്രിക നൽകി. പക്ഷേ സൂക്ഷ്മ പരിശോധനയിൽ പത്രിക തള്ളി. ഇതോടെ നേതൃത്വവും കോൺഗ്രസ് അനുഭാവികളും പ്രതിസന്ധിയിലായി. ഇത് ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഒട്ടൊക്കെ വോട്ട് ചെയ്യും. അതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. വർഷങ്ങളായി കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ് കടമക്കുടിയിൽ നിന്ന് വിജയിക്കുന്നത്. എന്നും കോൺഗ്രസിന്റെ ഉറച്ച കോട്ട. പക്ഷേ ഈ വട്ടം ജില്ലാ പഞ്ചായത്തിൽ കടമക്കുടി ഡിവിഷനിൽ കൈപ്പത്തി ചിഹ്നമില്ല. ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങൾക്ക് ഇപ്പം എന്ത് ചെയ്യുമെന്നുള്ളതല്ല ഞങ്ങൾക്ക് ചോദിച്ചിട്ടുള്ളത്. കാരണം അത് എങ്ങനെ സംഭവിച്ചെന്നുള്ളതാണ് ഏറ്റവും വലിയത്. കാരണം ഇത്രയും പരിചയസമ്പന്നയായ ഒരു അഡ്വക്കേറ്റിൻ്റെ അടുത്ത് അങ്ങനെ വരാൻ പാടില്ലായിരുന്നു. ജില്ലാ പഞ്ചായത്തിൽ സ്ഥാനാർത്ഥിയില്ലാതെ വന്നതോടെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കളും എതിർ പാർട്ടിക്കാരെ വെല്ലുവിളിച്ചവരും വെട്ടിലായി. ഒരു ഡമ്മി സ്ഥാനാർത്ഥിയെപ്പോലും നിർത്തിയില്ല എന്നുള്ളത് മാത്രമല്ല, ഒട്ടും ജാഗ്രത കാണിക്കാതെ പത്രിക സമർപ്പിച്ചതിലും പ്രവർത്തകർക്കും അനുഭാവികൾക്കും രോഷമുണ്ട്. ഇനി എന്ത് എന്ന അനുഭാവികളുടെ ചോദ്യത്തിന് ജില്ലാ നേതൃത്വം തീരുമാനിക്കട്ടെ എന്നാണ് പ്രാദേശിക നേതാക്കളുടെ നിലപാട്. പാർട്ടി ഞങ്ങൾ തീരുമാനമെടുക്കും. DCC നേതൃത്വം അതുപോലെ ഞങ്ങളുടെ നേതൃത്വം ഉണ്ട്. ആ നേതൃത്വം ഞങ്ങളൊരു തീരുമാനമെടുക്കും. ആ തീരുമാനം അനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും. DCCക്ക് മാത്രമാണ് ഇപ്പോഴും വിഷയത്തിൽ പ്രതീക്ഷയുള്ളത്. വിഷയത്തിൽ നിയമപോരാട്ടം തുടരും. ഡിവിഷൻ ബെഞ്ചിനെയോ ട്രൈബ്യൂണലിനെയോ സമീപിക്കാനാണ് നീക്കം. എറണാകുളം ജില്ലാ പഞ്ചായത്തിലെ UDFന്റെ ഉറച്ച കോട്ടയായിരുന്നു കടമക്കുടി ഡിവിഷൻ. കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയതോടെ ഇനി എന്തെന്നുള്ള ചോദ്യമാണ് കോൺഗ്രസ് അനുഭാവികളുടെ മുന്നിലുള്ളത്. ക്യാമറ പേഴ്സൺ ഹരികൃഷ്ണനൊപ്പം റാഫി കരീം, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.